നമുക്ക് ഇന്നൊരു 4 മണീൻ്റെ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ? ഒരു ചെറിയ ചായക്കടി. സവോള ചെറുതായിട്ട് അരിയുക. ഒരു 2-3 സവോള എടുക്കുക, അല്ലെ 2 സവോള എടുത്താലും മതി. വലിയ സവോളയാണെങ്കിൽ 2 സവോള എടുക്കുക, അതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഒരു 2 വിസിൽ വന്നോട്ടെ കുക്കറിലാണെങ്കിൽ. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് ഞാൻ ചൂടിലുണ്ടോ സ്പൂൺ കൊണ്ട് പൊടിച്ചേട്ടാ, നിങ്ങൾ കൈ കൊണ്ട് തന്നെയാണെങ്കിൽ പൊടിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ പിന്നെ കോൺഫ്ലവർ വേണം. ഇതിന് കോൺഫ്ലവർ ഇച്ചിരി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പെടുത്തിടണം. നിങ്ങൾ ആവശ്യം നോക്കി ഉപ്പിട്ടാൽ മതി. നമ്മൾ വീട്ടിൽ നല്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് ഒരു സാധനം പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊന്നും ചെയ്യണ്ട. സാധാരണ നമ്മളൊരു വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ഇതിൽ അങ്ങോട്ട് ചെയ്താൽ മതി. ഇതുണ്ട കോൺഫ്ലവറാണ്. നല്ലപോലെ പൊടിയണം കേട്ടോ ഉരുളക്കിഴങ്ങ്. നല്ല പൊടിഞ്ഞ് നല്ല ഇതായിട്ട് വരണം. അതിനകത്ത് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കാനായിട്ട് നല്ലതാണ്. കുട്ടികളെല്ലാം നന്നായിട്ട് കഴിക്കും ഈ സാധനം. നമ്മൾ കാണുമ്പോൾ അത്ര വലിയൊരു ഇതൊന്നും തോന്നൂല, പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ് സാധനം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ ഇട്ട് കുഴച്ചാൽ മതി. കാരണം ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൽ തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഒരു നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴക്കില്ലേ, അതേ പരുവം പോലെ ഒന്ന് കുഴച്ചിങ്ങെടുത്താൽ മതി കേട്ടോ. ഉപ്പ് നോക്കണം, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് പിന്നെ ഉപ്പെടുത്തിടണം. ഒരുമിച്ച് തന്നെ ഇടണം എന്നില്ല, അളവൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊരു കുക്കിംഗ് ചാനൽ തന്നെ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇതായിട്ട് പറയാൻ പറ്റില്ല. ഇതാണ് പരുവം, കണ്ടില്ലേ? ഇതേപോലെ കുഴച്ചെടുക്കുക. കോൺഫ്ലവർ ഉപ്പും മാത്രം ഇട്ടിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് പുരട്ടിയിട്ട് ചെറിയ ഉണ്ടയാക്കുക. നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉരുട്ടിയെടുക്കുക. ഇനി ഉരുട്ടിയെടുക്കുകയോ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് ഷേപ്പ്, നല്ലൊരു കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇത് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഒരടപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫോർക്കിൻ്റെ ഇത് വെച്ചിട്ട് അതിനെ കൊണ്ട് എല്ലാം ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വെറുതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വലുതാക്കണ്ട കേട്ടോ, ഇച്ചിരി ചെറുതായിക്കോട്ടെ സാധനം. അപ്പോൾ അതാണ് പിള്ളേരെല്ലാം ആകുമ്പോഴേ എടുത്ത് കഴിക്കാനൊക്കെ അവർക്ക് അതാണ് നല്ല രസം ഉണ്ടാവുക. ഇനി നല്ലോണം വെള്ളം തിളപ്പിക്കണം. അടുപ്പത്ത് വെച്ച് വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് അടുപ്പത്ത് ഇടാവുള്ളൂ. അല്ലാണ്ട് ഇടരുത്. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വേവിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഒരു 5 മിനിറ്റ്, 5-6 മിനിറ്റ്, അതിൽ കൂടുതൽ ആവരുത്. 5 മിനിറ്റ് മതി. ഒരു 6 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. ഇതേപോലെ തിളക്കണം വെള്ളം. അതിന് ശേഷം വേണം നമ്മൾ ഇതെടുത്തിട്ട് ഇടാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇറക്കി വെക്കണം. അതിന് മുന്നേ തന്നെ നമ്മളെല്ലാ സാധനങ്ങളും നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. സവോള റെഡിയാക്കിയിട്ടുണ്ടാകണം, പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ സോയാ സോസ് വേണം, ടൊമാറ്റോ സോസ് വേണം. ഇത് രണ്ടും എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇത് ഇതാക്കാൻ. ഇതൊന്ന് തിളച്ചതിന് ശേഷം തന്നെ, ഒന്ന് റെഡിയായതിന് ശേഷം തന്നെ വെള്ളം ഊറ്റി അങ്ങ് എടുത്ത് വെക്കണം. അത് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഊറ്റിയെടുക്കാം. അത് നിങ്ങളെ സൗകര്യം പോലെ ഊറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതണ്ട ഇത്രയും സാധനം ഉണ്ടാക്കുന്നുണ്ട് ഞാനിപ്പോൾ. ഇതണ്ട വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവുക. എല്ലാവർക്കും നല്ല ടേസ്റ്റാണ്, പിള്ളേരെല്ലാം നല്ലോണം കഴിക്കും. എൻ്റെ ഇച്ചിരി എണ്ണ കൂടിപ്പോയി കേട്ടോ ഒഴിച്ചപ്പോൾ. ഇച്ചിരി എണ്ണ അങ്ങ് ചൂടായതിന് ശേഷം സവോളയും പച്ചമുളകും വെളുത്തുള്ളിൻ്റെയും കൂടി അങ്ങ് ഇടുക. ഇത് ആദ്യം ഞാൻ ഇടുന്നത് സവോളയും പച്ചമുളകും മാത്രമാണ് കേട്ടോ. ഇതേപോലെ അരിയണം കേട്ടോ, ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലോണം ഒന്ന് ഇളക്കി ഒന്നായതിന് ശേഷം വെളുത്തുള്ളി അങ്ങോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആ സമയത്ത് നമ്മൾ ഈ ഇടുന്നതിനുള്ള ഉപ്പ് മാത്രം ഇതിനകത്ത് ഇട്ടേക്കണം. കാരണം എന്താ വെച്ചാൽ മാവിനുള്ള നമ്മൾ അതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് മാത്രം മതി. ഇതിനകത്ത് നമുക്ക് മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ഇട്ടോ, ഒരു കളറിന് വേണ്ടി ഇടുന്നുണ്ടെങ്കിൽ. നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ഇടണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതാ വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ ഉപ്പിടണം. മല്ലിയില വേണം കേട്ടോ ഇച്ചിരി. ഞാൻ മല്ലിയില ഇതിനകത്ത് ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പോയി മേടിക്കാൻ വയ്യ ഇച്ചിരി, ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. ഇതേപോലെ ആയതിന് ശേഷം വേണം ബാക്കി എല്ലാം ഇതായിട്ട് ചേർക്കാനായിട്ട്. മുളക് പൊടി ഇട്ടു,
പിന്നെ ഉപ്പിടണം കേട്ടോ. ഉപ്പ് ഇതിനാവശ്യത്തിന് മാത്രമേ ഇടാവുള്ളൂ, ഒരുപാട് കൂടി പോകരുത്. നല്ല ടേസ്റ്റ് സാധനം. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു നിസ്സാരമായിട്ട് തോന്നും, ചെയ്യാനും നിസ്സാരം, സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കേട്ടോ. ഇച്ചിരി എണ്ണ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നല്ലപോലെ ആവണം കേട്ടോ, നല്ല കളർ അങ്ങോട്ട് വരണം. അതിനുശേഷം നമ്മൾ സോയാ സോസ് ഒഴിക്കണം, ടൊമാറ്റോ ഒഴിക്കണം. എൻ്റെ അടുത്ത് ഇച്ചിരി കൈ ഇതായി കേട്ടോ. ടൊമാറ്റോ സോസ് അല്ല സോയാ സോസ് ഇച്ചിരി കൂടിപ്പോയി. കൂടുക എന്ന് പറയാനില്ല, പക്ഷെ ഒഴിച്ചു പോയി. ഇത്രയും വേണ്ടും കേട്ടോ, ഒത്തിരി ഒന്നും വേണമെന്നില്ല. സോയാ സോസ് ഇച്ചിരി ഇതായിപ്പോയി, കുറച്ച് അതുണ്ട് ഒഴിച്ചു പോയതാണ്. കൈ അനങ്ങിപ്പോയി, ഇതായിപ്പോയി. പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെച്ച് വല്ലാണ്ടായിരിക്കും, എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ആയതിന് ശേഷം ഈ സാധനം അങ്ങോട്ട് ഇടുക, എന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് ഒന്ന് ഇതാക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് അതിൽ തന്നെ ഇരുന്ന് ആയിക്കോട്ടെ. എന്നിട്ട് നമ്മളൊരു കട്ടൻ ചായ, അപ്പോഴേക്ക് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വന്നു കേട്ടോ. അപ്പം തന്നെ ഞാൻ തൊട്ടടുത്ത് തന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു, കട്ടൻ ചായ ഉണ്ടാക്കി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ്. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം കാണുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് കഴിക്കുമെന്ന് മാത്രമല്ല, ഇത് കാണുമ്പോഴെന്ന് മാത്രമല്ല ശരിക്കും കഴിക്കും. അവർ വീണ്ടും ഉണ്ടാക്കി തരാനും പറയും. നമ്മൾ ഉണ്ടാക്കണം കേട്ടോ, സിമ്പിളാണ് സാധനം, ഒരു പണിയും ഇല്ല ഇതിനൊന്നും കേട്ടോ. നല്ല ഇളക്കി ഇച്ചിരി സമയം അവിടെ നിന്ന് ഇരുന്നോട്ടെ കേട്ടോ അടുപ്പത്ത്. അപ്പോഴാണ് അതെല്ലാം കൂടെ വന്നിട്ട് പിടിച്ച് നല്ല രസമാവും. ഇതേപോലെ കണ്ട കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. അപ്പം തന്നെ കട്ടൻ ചായ വെച്ചു, പൊടിയിട്ടു. അപ്പം തന്നെ എന്താ പറയുക, നമ്മൾ ചായ കുടിക്കേണ്ട പരിപാടിയിലായി. അപ്പം വരുമ്പോഴേക്ക് ഉണ്ടാക്കി വെക്കാമെന്നും പറഞ്ഞിട്ട് നോക്കിയതാ, അപ്പോഴേക്കാണ് വരുന്നത്. പിന്നെ എൻ്റെ ചേട്ടനാണ് വീഡിയോ എടുത്തേട്ടാ. വന്നതിന് ശേഷം അതിലെടുക്കുന്നത് തന്നെ അച്ഛനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അച്ഛനോട് ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനാവുന്നേ ഇല്ല. കുറേ പ്രാവശ്യം ഞാൻ അച്ഛനിങ്ങനെ ഇഷ്ടപ്പെടുത്തി, അങ്ങനെ ഇങ്ങനെ അത് സ്റ്റാൻഡിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് കിച്ചനായത് കാരണം സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പിന്നെ ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടൻ ശരിക്കും എടുത്ത് തന്ന് നല്ല ഇതായി. എല്ലാവരും ഉണ്ടാക്കണം കേട്ടാ. ഇതണ്ടാ, അതിന് കളറ് കണ്ടാ, നല്ല ടേസ്റ്റാണിത്. അത് നമ്മൾ രണ്ടാളും എന്തോ പറഞ്ഞതാണ്, ഇതെടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ എന്നോട് പറഞ്ഞത്, എന്തോ ഞാൻ മറന്നു പോവുകയും ചെയ്ത്. ഇതല്ല, അതൊക്കെ പോട്ടെ, നമുക്ക് ചായ കുടിക്കാം. എൻ്റെ ക്യാമറമാനെ കണ്ടേ നിങ്ങൾക്ക്? എൻ്റെ ക്യാമറമാനെ കാണിച്ചു തരാവേ, ഒരു മിനിറ്റ്. ചേട്ടൻ വന്നതിന് ശേഷം അച്ഛൻ മാറി. അച്ഛന് പറ്റുന്നില്ല, ഞാനിങ്ങനെ പിടിച്ചെല്ലാം കൊടുത്തിട്ട് വേണം, റെഡിയാക്കി നിർത്തിയിട്ട് വേണം അച്ഛനോട് എടുക്കാൻ പറയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കുട്ടികൾ എന്തോരം കഴിക്കുന്നറിയാം. ഇതാ എൻ്റെ ക്യാമറമാൻ വന്നിട്ട് ചിരിക്കുന്നത്. പിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കും. അതാണ് എൻ്റെ ക്യാമറമാൻ. അച്ഛനെ കൊണ്ട് എടുപ്പിക്കാറില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം ഇന്നലെ മാത്രം എടുപ്പിച്ചതാ. അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ പോവുകയാണ്. കണ്ട നല്ല രസമാണ്. പ്ലേറ്റിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ കുട്ടികൾ ഓരോന്നെടുത്ത് കഴിക്കും. ആവി വറക്കുന്ന കട്ടൻ ചായയും. ഓക്കെ.